ഒരു കവിത വായിക്കാം. കവിത എഴുതിയിട്ടും വായിച്ചിട്ടും നിനക്കെന്താണ് ലാഭം? ഘടികാരങ്ങളിലുള്ളതിനേക്കാൾ ഒരു നിമിഷം അതെൻ്റെ ജീവിതത്തെ നീട്ടിവെക്കുന്നു. ബിജു പറഞ്ഞ ചിരവ. മോങ്ങാനിരിക്കുമ്പോൾ തലയിൽ തേങ്ങ വീണു ചത്ത ഏതു നായുടെ ഫോസിലാണ് ചിരവ? ഒരുപാട് വീര്യമുള്ള പ്രതിഷേധം കൊണ്ടാവുമോ എത്ര അടക്കി നിർത്തിയിട്ടും ചിരവ തേങ്ങ കാണുമ്പോഴെല്ലാം കുരയ്ക്കുകയും ഉരുളുകയും ചെയ്തു പോകുന്നത്? സാരി എന്ന കവിത. നീ ഉടുത്തപ്പോൾ ഭംഗി തോന്നി, എങ്കിലും പേടിയാണ്. ഒരു നെയ്ത്തുകാരനും കാണാനാവാത്ത ഒരാത്മഹത്യയുടെ കസവ് അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആണി എന്ന കവിത. കറുത്തവർ, എപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവർ, നിങ്ങളുടെ ഉറപ്പുകൾക്കിടയിൽ കിടന്ന് തുരുമ്പിച്ചു തീരുന്ന അറിയപ്പെടാത്ത ദളിതർ. ആത്മീയത എന്ന കവിത. അമ്പലം കാണുമ്പോൾ എനിക്ക് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ചീറിപ്പായുന്ന ആംബുലൻസ് കാണുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്നവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കണേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നതാണ്. കിഴങ്ങൻ എന്ന കവിത. കിഴങ്ങൻ എന്ന് വിളിച്ചോളൂ, ചവിട്ടി താഴ്ത്തിക്കൊള്ളൂ, പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ മുളച്ചു പൊന്താതിരിക്കില്ല. പേര് എന്ന കവിത. സോപ്പിന് പേര് ചന്ദ്രിക, ചന്ദ്രതിരിക്ക് പേര് സന്ധ്യ. അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺപേര് തന്നെ ശരണം. മറ്റൊരു കവിത. സ്വാതന്ത്ര്യം. ഓഗസ്റ്റ് 15 ചെയ്യാത്ത കുറ്റത്തിന് ഇരുട്ടുമുറികളിൽ അടയ്ക്കപ്പെട്ട പതാകകൾ പരോളിലിറങ്ങും. മറ്റൊരു കവിത. അറിവ്. കേട്ടെഴുത്തിൽ തോറ്റ കുട്ടി. കേട്ടെഴുത്തിൽ തോറ്റ കുട്ടി. ബധിരനെന്നറിയാതെ ശിക്ഷ വിധിക്കുന്ന ഗുരു. ബധിരനെന്നറിയാതെ ശിക്ഷ വിധിക്കുന്ന ഗുരു. മറ്റൊരു കവിത. നടുപ്പേജ്. പ്രണയപുസ്തകത്തിൽ നമുക്ക് നടുപ്പേജുകളായി പിറക്കണം. ആരെങ്കിലും ചീന്തിക്കൊണ്ടുപോയാലും നമ്മൾക്ക് ഒരുമിച്ചിരിക്കാമല്ലോ. മറ്റൊരു കവിത. പതാക. ഒരു പതാകയുണ്ട്, കണ്ണീരിനാൽ വെളുപ്പിച്ചത്, ചോരയാൽ അടയാളം വച്ചത്, മരിച്ചാലും പിടിവിടാത്തത്. പിന്നെങ്ങനെയാണ് സഖാവേ നാം ഒറ്റയാവുന്നത്? ഒറ്റ കവിത കൂടിയെല്ലാം. യാത്ര. പണ്ട് നാട് വിടുമ്പോൾ ബസ്സിലെഴുതിയിരുന്നു ശ്രീ കാടാമ്പുഴ ഭഗവതി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്ന്. ഇന്ന് തിരിച്ചു വരുമ്പോൾ ബസ്സിലെഴുതിയിരിക്കുന്നു ശ്രീ മാതാ അമൃതാനന്ദമയി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്ന്. കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത്?